അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ എല്ലാവരും ഗസ് ചെയ്തതുപോലെ നെവിൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു 50% ആൾക്കാർ ഭയങ്കര നെഗറ്റീവ് പറയുമ്പോൾ അതേ കണക്ക് തന്നെ ഒരു ഓഡിയൻസ് സപ്പോർട്ട് നെവിന് വേറെ പുറത്തുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇന്ന് അടുത്ത ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിരുന്നു, ആ ഒരു സ്പൈക്കുട്ടന്റെ കൂടെ വരാൻ പോകുന്നത് നെവിനായിരിക്കുമെന്ന്. ഉറപ്പായിട്ടും അത് നെവിൻ തന്നെയാണ്. പക്ഷെ സ്പൈക്കുട്ടൻ വന്നത് നെവിനെ കൊണ്ടുവരാനായിരുന്നില്ല. സ്പൈക്കുട്ടൻ വന്ന് അവിടെ എല്ലാം ചുറ്റിപ്പരണ്ടി നോക്കുന്നുണ്ടായിരുന്നു. അനുമോളുടെ കിറ്റ് ചോദിക്കുന്നുണ്ട്. എല്ലാവരും അനുമോളുടെ കിറ്റിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ജിസേൽ അവിടെ ഇരുന്നിട്ട് സ്പൈക്കുട്ടന് താല്പര്യമില്ല, പറയാൻ താല്പര്യമില്ല എന്ന് ബാക്കൊക്കെ ഇങ്ങനെ കുലുക്കി പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ അവസാനം സ്പൈക്കുട്ടൻ ഇതെല്ലാം കാട്ടിക്കൂട്ടിയിട്ട് കയറി ചെല്ലുന്നത് കൺഫെഷൻ റൂമിലേക്കാണ്. എല്ലാവരും പിന്നാലെ കൺഫെഷൻ റൂമിലേക്ക് കയറി ചെല്ലുന്നു. ശൈത്യയാണ് കൺഫെഷൻ റൂമിന്റെ ഡോർ ഒന്ന് മെല്ലെ തുറക്കുന്നത്. അപ്പോഴേക്കും ശൈത്യ പേടിച്ച് ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നല്ലൊരു സീനായിരുന്നു. പക്ഷെ അതിന് മുന്നേ നെവിനും ബിഗ് ബോസും തമ്മിൽ കൺഫെഷൻ റൂമിൽ ഒരു വലിയ സംസാരം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സംഭവം എന്ന് പറയുന്നത്, നെവിൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ശുദ്ധ മണ്ടത്തരമായിരുന്നു. അതൊരു എന്താ പറയാ, ആർക്കോ വേണ്ടിയിട്ടാണ്. അവിടെ ജിസേൽ വെറും ഒരു സഹമത്സരാർത്ഥി മാത്രമായിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ജിസേലിന് വേണ്ടിയിട്ടാണോ, അതോ ഇനി അനുമോളുമായിട്ട് തർക്കിച്ചിട്ടാണോ, ഇനി ആദില നൂറ അവരുടെ വിഷയത്തിനാണോ? എന്തായാലും നെവിന്റെ കാര്യത്തിനല്ല പോയത്. സോ ആ കാണിച്ച മണ്ടത്തരത്തിന് ബിഗ് ബോസിന് ക്ഷമിച്ചുകൂടെ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. ഏതായാലും മിസ്സിംഗ് ആയിപ്പോയി. ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോയത് വല്ലാത്തൊരു മിസ്സിംഗ് ഫീൽ ആയിരുന്നു എന്ന് തന്നെയാണ് നെവിൻ ആദ്യം പറയുന്നത്. ദെൻ അതുപോലെ തന്നെ ഓഡിയൻസ് തന്നെ സേവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പേടിത്തൊണ്ടനായിട്ട് ഇറങ്ങി ഓടിയത് എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ വീഡിയോസിന്റെ ഒക്കെ തമ്പെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, വെറും ഒരു പേടിത്തൊണ്ടനായിരുന്നു, ഓടടാ ഓട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഓർത്തിട്ട് ചിരിയാണ് വന്നത്. പുള്ളിക്കാരൻ ഇതൊക്കെ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു വലിയ പ്ലാറ്റ്ഫോം, ആകെ കൂടി 100 ദിവസം നിൽക്കാൻ ആകെ കൂടി ഭാഗ്യം ലഭിക്കുന്നത് ഒരു 20 പേർക്കായിരിക്കും. ഇപ്പം വരെയും ഒരു വൈൽഡ് കാർഡ് എൻട്രി അകത്ത് കയറിയിട്ടില്ല. 50 എപ്പിസോഡൊക്കെ ആകുമ്പോഴാണ് മിക്കവാറൊക്കെ വൈൽഡ് കാർഡ് എൻട്രീസ് തുടങ്ങുന്നതെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, 50ാമത്തെ എപ്പിസോഡിൽ വൈൽഡ് കാർഡ് എൻട്രി വന്നിട്ടുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാക്സിമം വൈൽഡ് കാർഡ് എൻട്രി വരാതെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ നെവിന്റെ ഈ ഒരു റീ എൻട്രി എന്തായാലും ഒരു ചെറിയ ഇമ്പാക്റ്റ് അല്ല ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം നെവിൻ വന്ന ആ ഒരു രീതിക്ക് തന്നെയാണ്. ഇനി ആ ഒരു വലിയ മിസ്റ്റേക്ക്, അതായത് അങ്ങനെയുള്ള ഒരു ഇറങ്ങി ഓട്ടം, ആ ഒരു വലിയ മിസ്റ്റേക്ക്, ആ ഒരു ഫൺ, അതൊരു തമാശയായിട്ട് നെവിൻ കണ്ടെങ്കിൽ ആ തെറ്റിനെ നെവിൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നെവിൻ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ താൻ ഇനി കളിക്കാൻ പോകുന്നത്, ആള് റിവീൽ ചെയ്യുന്ന ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് നെവിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. അതായത് അനീഷേട്ടൻ ഇവിടെ എന്താണോ എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനും. കാരണം എന്ന് വെച്ചാൽ അനീഷേട്ടൻ ഒരു ജനങ്ങളുടെ പ്രതിനിധി എന്നുള്ള രീതിയിലാണെങ്കിൽ എന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്, എന്നെ ജനങ്ങളാണ് സപ്പോർട്ട് ചെയ്ത് ഇവിടെ നിർത്തുന്നത്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു ഫാഷൻ കോറിയോഗ്രാഫർ ആയിട്ടല്ല ഇനി അങ്ങോട്ട് നിൽക്കാൻ പോകുന്നത്. ദിസ് ഇസ് എ റീ എൻട്രി എന്ന് സമ്മതിക്കുകയാണ് നെവിൻ. അതൊക്കെ വളരെ നല്ല രീതിയിലാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നെവിന്റെ ഒരു മൾട്ടി പേഴ്സണാലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഡബിൾ പേഴ്സണാലിറ്റി നമുക്കിവിടെ കാണാൻ പറ്റും. ആ ഫണ്ണി ഹലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഫണ്ണി ആയിട്ടുള്ള നെവിൻ മാത്രമല്ല, വളരെ സീരിയസ് ആയിട്ട് വളരെ പക്വതയോടെ സംസാരിക്കുന്ന ഒരു നെവിൻ ആ ഒരു മനുഷ്യനിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് 100% ഞാൻ കളിക്കും. കാരണം ഞാൻ ഇവിടെ നിന്ന് ആ ഒരു രീതി ഓഡിയൻസ് സപ്പോർട്ട് ചെയ്തു, ഓഡിയൻസ് അഗെയിൻ എന്നെ സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഞാൻ ഇതുവരെയും നല്ല ഗെയിമർ ആയിട്ടുണ്ട് എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ജിസേൽ, ആര്യൻ, റെന ഇവരുടെയൊക്കെ ഒരു കമ്പനിയിൽ തന്നെ നെവിൻ നിൽക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ സ്റ്റിൽ നൗ ഹി ഈസ് ബിലീവിങ് ലൈക്ക് ഞാൻ ഇപ്പോഴും നല്ല ഗെയിമർ ആണ്. അങ്ങനെ തന്നെയാണ് ആൾ തിങ്ക് ചെയ്യുന്നത്. അതൊരു തെറ്റല്ല. മേ ബി അതൊരു എപ്പോഴും എല്ലാവരും പറയുന്നത് പോലെ പറയുന്നതായിരിക്കാം. ഏതായാലും ശരി, ഈ ഒരു റീ എൻട്രി ഒരു വലിയ ഇമ്പാക്റ്റ് ആണ്. ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ശരിക്കും ചെയ്തത് ഒരു അന്നത്തെ ഒരു സഡൻ ആക്ഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് ഡിസിഷൻസ് ഒന്നും ഉണ്ടാവാതെ എടുത്തൊരു തീരുമാനമായിരുന്നു. അതിൻ്റെ കൂടെ ഓഡിയൻസ്, പ്രേക്ഷകരുടെ ഒരു വോട്ട് അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ ഈ എലിമിനേഷൻ എന്ന് പറയുന്നത് നടക്കത്തുള്ളൂ. ബാക്കി എന്തൊക്കെ ഈ മിഡ് വീക്ക് എവിക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറഞ്ഞ് ഒരാളെ എവിക്റ്റ് ചെയ്താൽ പോലും പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും എന്ന് എനിക്ക് ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ദെൻ മാപ്പ് കൊടുത്തതാണ് എന്ന് കൂടി പറയുന്നുണ്ട്. ഇത് മാപ്പ് കൊടുക്കുന്നത് ഒരു റീസൺ ഉണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ഇറങ്ങിപ്പോയാൽ ഇനി ഒരു നെക്സ്റ്റ് ഒരു മത്സരാർത്ഥിക്ക് ഇത് കണക്കൊരു അവസരം ഉണ്ടാകണം എന്നില്ല കേട്ടോ. അതുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ ബുള്ളി ചെയ്യുന്ന ഒരു ഷോ തന്നെയാണ്. ബിഗ് ബോസ് എന്ന് പറയുകയാണ്. പക്ഷേ
ഒരുപാട് ഒരുപാട് പ്രേക്ഷകർ കാണുന്ന ഷോയാണ്. അതിന് അതിൻ്റെതായ ഒരു എന്തായാലും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ അതിനെ എടുക്കുക. അങ്ങനെ എടുക്കാൻ താല്പര്യമില്ലാത്തവർ അങ്ങോട്ടേക്ക് ചെല്ലാതിരിക്കുക. ഇതുതന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, നിങ്ങൾക്കൊരു അറിയിപ്പ് ലഭിക്കുമ്പോൾ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞ് അവിടെ ഇരുത്തുമ്പോഴാണ് സ്പൈക്കുട്ടനും ശൈത്യയും മറ്റും എല്ലാവരും കൂടെ വന്നിട്ട് ആ കൺഫെഷൻ റൂമിലേക്ക് തുറന്നു നോക്കുന്നതും അവരെല്ലാവരും നമ്മുടെ നെവിനെ വിളിച്ച് അകത്തേക്ക് കയറ്റുന്നതും. പക്ഷേ നെവിൻ അകത്തേക്ക് കയറുമ്പോൾ ആദ്യം നോക്കുമ്പോൾ എല്ലാവരും നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നെവിൻ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും ഒരു വലിയ മാറ്റം, ഒരു രണ്ടാമത്തെ ഒരു ബിഗ് ബോസ് തുടങ്ങാൻ പോകുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇനി നെവിൻ എല്ലാവരുടെ എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്ന് നോക്കാം. ജിസേൽ ഓടി വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഭയങ്കര സന്തോഷം. ബിക്കോസ് ജിസേലിന് നല്ല ഒരു വിഷമം ഉണ്ടായിരുന്നു. താൻ കാരണമാണ്, തൻ്റെ പേരും പറഞ്ഞിട്ടാണ് നെവിൻ ഇറങ്ങി പോയത് എന്നുള്ളത്. പിന്നെ നെവിൻ്റെ മന്തി ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ആ ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു. ഈ സ്നേഹപ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ഈവൻ ആദില നൂറ അവിടെ സെറ്റിയിൽ ഒന്നും മിണ്ടാതെ മാറിയിരിക്കുകയായിരുന്നു. അനീഷ് വലിയൊരു ബഹളമൊന്നും കാണിച്ചില്ല. അനീഷിന് സന്തോഷമുണ്ട്. അനുമോളും സൈലന്റ് ആയിട്ട് മാറി നിൽക്കുകയാണ്. പക്ഷേ ശൈത്യ ആദ്യം കണ്ടതുകൊണ്ട് തന്നെ ശൈത്യ ആദ്യം പോയി ഓടി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇനി നെവിൻ അതിനുശേഷം ഈ പറയുന്ന ആദില നൂറ ഇവരെ ഓരോരുത്തരെയും എണീക്ക് എന്ന് പറഞ്ഞിട്ട് എണീപ്പിച്ച് എല്ലാവരെയും രണ്ടുപേരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട്. ശേഷം അനുമോൾ എവിടെ അനുമോൾ എവിടെ എന്ന് പറഞ്ഞിട്ട് നെവിൻ തിരക്കി ചെന്നിട്ട് അനുമോളുടെ മുഖത്തും നല്ല സന്തോഷമുണ്ട്, കെട്ടിപ്പിടിക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം നേരെ ഓടിപ്പോകുന്നത് ഫ്രിഡ്ജിലേക്കാണ്. വെച്ചിട്ട് പോയ ആ ഒരു ഫുഡ് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നുള്ളത്. ബിഗ് ബോസ് ഹൗസിൽ അതിനുശേഷം എന്ത് നടന്നു എന്നുള്ളത് നെവിൻ അറിഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ ഒരു തെളിവ് ഇപ്പോഴും താൻ സ്വേച്ഛാധിപതിയാണ് എന്നുള്ള ഒരു രീതിയിലാണ് വന്നു കയറുന്നത്. പക്ഷെ അപ്പോഴേക്കും റെന ഫാത്തിമ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സ്വേച്ഛാധിപതി കളിയൊക്കെ അവിടെ തീർന്നു എന്ന്. അങ്ങനെ അവിടെ എല്ലാം ഒരു സന്തോഷം, ഒരു എന്തായാലും ഓണത്തിന്റെ ഒരു ആദ്യത്തെ സന്തോഷമായിട്ട് എല്ലാവർക്കും ആ ഒരു സന്തോഷമുണ്ട്. ആർക്കെങ്കിലും സന്തോഷക്കുറവുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവൻ പോയിട്ട് വീണ്ടും വന്നല്ലേ, ഇനി അടുത്ത ടൈം ഇവനെ എപ്പോൾ എവിക്റ്റ് ആക്കും എന്ന് ചിന്തിക്കുന്ന സഹ മത്സരാർത്ഥികളും ഇതിനകത്ത് കാണും. ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക. ഒരുപാട് പേർക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു നെവിൻ തിരിച്ചു വരണ്ട എന്ന്. ബട്ട് ബിഗ് ബോസ് അല്ലേ, 7ന്റെ പണിയല്ലേ, നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതിക്കുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.